കഴിഞ്ഞിട്ട് 15 വർഷമായി ആദ്യമായിട്ടാണ് ഞാനൊരു ധ്യാനത്തിന് പോകുന്നത്. സാധാരണ എനിക്ക് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എല്ലാം ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടും ബാക്കി നമുക്കത് ബോറടിക്കുന്ന രീതിയിലുള്ള ഒരു ധ്യാനമാണ് സാധാരണ മനസ്സിലുണ്ടാവുക. പക്ഷെ ഇവിടെ വന്നിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവമായിരുന്നു ഉണ്ടായത്. ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ല വെറുതെ ആരെങ്കിലും വന്നിട്ട് ഈശോയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഒരു 5-6 കുട്ടികളെ ഉണ്ടാക്കണം, വളർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഓരോരുത്തരും വന്ന് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന അനുഭവമായിട്ട് തോന്നി. അതേപോലെ തന്നെ ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലും പങ്കാളിയോട് ക്ഷമിച്ചുകൊണ്ടും പിള്ളേരുടെ അടുത്താണെങ്കിലും തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു അനുഭവമാണ് ഈ ധ്യാനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. വളരെ നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ ഇപ്പോ ഞങ്ങള് വിചാരിക്കുകയാണ് ഇവിടത്തേക്ക് പ്രക്കാന കോഴ്സിന് ശേഷം രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ധ്യാനം ഇതാണ്. അപ്പോ ഇത്തിരി മുന്നേ കൂടായിരുന്നു എന്ന് ഇപ്പൊ തോന്നാണ്. 15 കൊല്ലമായി നമ്മുടെ തിരക്കുകളും കാര്യങ്ങളുമായിട്ട് എന്തിനായിട്ട് ആവശ്യം, അല്ലെങ്കിൽ നമ്മളിപ്പോ പള്ളിയിൽ ധ്യാനം കൊണ്ട് സ്റ്റേ ചെയ്തിട്ടുള്ള ധ്യാനം കൂടാറില്ലായിരുന്നു. നമ്മുടെ റിസർച്ച് ഇങ്ങനെ പറഞ്ഞു ഒരു നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാലോ നമ്മുടെ ലൈഫ് എപ്പോഴും സ്മൂത്ത് ആയിട്ടൊന്നും പോകില്ല. കുറെ കാര്യങ്ങൾ കെട്ടുമെന്നൊക്കെ കിടക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുക ഒരു ധ്യാനത്തിന് പോയാലോ നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇരുന്നപ്പോഴാണ് ലോഫിൽ തന്നെ ഉണ്ടായിരുന്ന ജെസ്സിച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ നിനക്ക് ഒരു ധ്യാനം നല്ലതാണ്, ഒരു ഷെയറിംഗ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് ഷെയറിംഗ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു വീട്ടിൽ തന്നെ. നമ്മളെല്ലാവരും ബിസി ലൈഫാണ്, വരുന്നു പോണു അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ കൂടുതൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. ഇപ്പോ 2-3 ദിവസം ഒരുമിച്ച് ഒരു റൂമിൽ തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ളാണെങ്കിലും പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയ്ക്കധികം ഡോക്ടേഴ്സിന് തന്നെ ഇത്രയും കുട്ടികളുണ്ട് എന്നുള്ള ഭയങ്കര ഒരു അതിശയം തോന്നി. എല്ലാവരും വിചാരിക്കാറ് ഇപ്പൊ ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോ പുസ്തകം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെയും കൂടി ഇങ്ങനെ ഒരു ആലോചനയും കൂടി ഇപ്പൊ വേണോ അങ്ങനെ പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിട്ട് അപ്പോ നമുക്ക് കൂടുതൽ സംശയം ചോദിക്കാനും ക്ലാരിറ്റി കിട്ടാനും അപ്പൊ നമ്മളുടെ ലൈഫിൽ തന്നെയാണ് ഇവർക്കൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ജോലിക്കാരുടെ കാര്യം തന്നെയാണ്. അപ്പൊ ഈവൻ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും പറയുമ്പോ 3-ാമത്തെ ആയിട്ട് തന്നെ പറയുമ്പോ 3 മതി കഴിഞ്ഞ മതി അങ്ങനെയുള്ള ഒരു ഇതാണ് എപ്പോഴും കേൾക്കാറില്ല. പക്ഷെ അതിന്റെ വിപരീതമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം പേർക്ക് നമ്മുടെ തൃശ്ശൂർ ദ്രവ്യത്തിന് തോന്നും കൂടുതലും. അപ്പൊ എല്ലാവർക്കും 7, 8 അല്ലെങ്കിൽ 5, 6 ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ടറായിരുന്നു ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോന്നല് വന്നു. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇവർക്ക് തോന്നുന്നു ലോകത്ത് തന്നെ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. വലിയ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവര് കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങളും ലാസ്റ്റ് വരണോ പോണോ എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. എന്തായാലും പോവാം നമുക്ക് എന്നുള്ളൊരു ധാരണയിൽ വന്നു. എന്തായാലും വളരെ സന്തോഷമായി. ഇനിയുള്ള ലൈഫില് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. താങ്ക് യു.